Good morning, everybody. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു 3dsmax ഒരു 3D ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണ്. ഫയൽ ഇമ്പോർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ പുറത്തിറങ്ങി എന്ന് പറയുന്ന പട്ടികൾ തുറന്നു കൊടുക്കണ്ട. ഓക്കെ എടുക്കുക, ചെക്ക് ചെയ്യുക. ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ലൈൻ നമുക്കൊരു ബേസ്മെന്റ് വേണം. ഇതൊക്കെ സെറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബേസ്മെന്റ്. ഇതൊക്കെ ഒരു ബേസ്മെന്റ് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം ചെയ്യാം. ആദ്യം എന്തായാലും ഒരു ബേസ്മെന്റ് കൂടിയല്ലേ പറ്റത്തുള്ളൂ. മലയാളത്തിലെ ട്യൂട്ടോറിയൽസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത്രയും ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും പഠിച്ച് രക്ഷപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് സെറ്റപ്പ് ഒക്കെ അറിയായിരിക്കും. ഞാൻ ഓൾറെഡി യൂണിറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ലൈൻസ് വെച്ചിട്ടൊരു ഞാൻ എൻ്റെ രീതിയിൽ ലൈൻസ് വെച്ചാണ് കൂടുതലും ചെയ്യാറുള്ളത്. ബോക്സ് വെച്ചും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓരോന്നും എക്സ്ട്രൂഡ് ചെയ്തിട്ട് കോപ്പി എടുക്കാറുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ സൂട്ടബിൾ എന്ന് പറയുന്നത് ലൈൻസ് ആണ്. പിന്നെ ഈ പുറത്തുള്ള വാൾസിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ. അകത്തുള്ള മാത്രം മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അകത്തുള്ള വാള് മാത്രം വരച്ചെടുത്താലും മതി. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ബോക്സ് വെച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നതിൻ്റെ സംഭവം, വാൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇപ്രാവശ്യത്തിൽ എന്തായാലും 45 അല്ല, അതൊരു 300 ആണ് ഉദ്ദേശിക്കുന്നുണ്ടോ. ഇതൊരു വാളായി. ഇതുപോലെ തന്നെ മറ്റു വാളുകളും ക്രിയേറ്റ് ചെയ്യും നമ്മൾ. ഇവിടെ ഒരു ജനൽ അതിലാണ്, അത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാതിലാണ്. അപ്പോൾ ഇവിടെ ഒരു വാതിൽ വരുന്നുണ്ട്. പ്ലാന് ആദ്യമേ തന്നെ പ്ലാന് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ള ഒരു സംഭവം. പ്ലാന് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഏതൊക്കെ വാൾസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം, ഏതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ആദ്യം വേണമെങ്കിൽ ഓട്ടോകാഡിൽ എടുക്കുന്ന സമയത്ത് തന്നെ പ്ലാന് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. എങ്ങനെ ആദ്യം ഏതൊക്കെ വാൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അതും കൂടെയൊക്കെ പറഞ്ഞു തരാം. നമുക്കിത് ആദ്യം ഉപയോഗിക്കും, ഇത് ആദ്യം ചെയ്യാം, ഇന്ന വാൾ ആദ്യം ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നില്ല, ജോയിൻ ചെയ്യാതെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സാധാരണ എക്സ്ട്രൂഡ് ചെയ്യുന്നതല്ലാതെ ഇവിടുത്തെ മോഡിഫൈ പാനൽ പോയിട്ട് ഈ എക്സ്ട്രൂഡിൻ്റെ കോപ്പി എടുത്ത് ഈ ലൈനിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ വരച്ച ലൈൻ ഇതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇതാണ്. ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താലേ 300 കിട്ടും. ഇപ്പോൾ നമ്മൾ വരച്ചത് താഴെ ആയിപ്പോയി. അതിനെ കുറിച്ച് മുകളിൽ കൊണ്ട് വെച്ചാൽ മതി, പ്രശ്നമില്ല. താഴെ വരുന്നുണ്ട്, ഓട്ടോഗ്രിഡ് ഓൺ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. എന്തായാലും ഇങ്ങനെയാണ് വാൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. വാൾസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.